ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സുന്ദരിപ്പെണ്ണിനെ കൊണ്ടുപോയി അവളെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ചെറുപ്പം മുതലേ ചോദിച്ചിട്ടുള്ള ഒരാൾ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അവൻ കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പോലെയല്ല, അവർക്ക് കുറേ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ വേറൊരു പശുക്കുട്ടിയുണ്ട്. അപ്പോൾ അവൾക്ക് കൂട്ടായിട്ട് ഇവളെയും കൂടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പോലെ ഇവിടെ കെട്ടിയോടെ തന്നെ നിൽക്കാതെ കുറേ സ്ഥലത്തൊക്കെ നടന്ന് അവൾക്ക് ജീവിക്കാൻ പറ്റും തന്നെ നമ്മൾ വിചാരിക്കണം. അവിടെ ഒരു അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവരൊക്കെ അവളെ ശ്രദ്ധിച്ച് നോക്കും തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ 1 വയസ്സും 8 മാസമാണ് അവളുടെ പ്രായം. അപ്പോൾ കഴിഞ്ഞതിന് മുന്നത്തെ ഓണത്തിന്, തിരുവോണത്തിന് നമ്മൾ ഏറ്റു വരുമ്പോൾ 4 മണിക്ക് പശുക്കളെ കറക്കാനായിട്ട് എണീറ്റ് വരുമ്പോൾ അമ്മണി പ്രസവിച്ചിട്ട് അറിയാതെ അങ്ങനെ പ്രസവിച്ചിട്ട് കിടക്കുന്ന കുട്ടിയായിരുന്നു. അവിടെ നിന്ന് അവളെ വളർത്തി 2 മാസത്തിൽ അവൾക്ക് വലിയൊരു ചർമ്മമുഴ എന്ന് പറഞ്ഞ രോഗം വന്ന് എന്താ പറയുക, നമ്മുടെ കൈവിട്ടു പോകേണ്ട ഒരവസ്ഥയിലെത്തിയതാണ്. അവിടെ നിന്നൊക്കെ ബുദ്ധിമുട്ടി അവളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് കറക്റ്റ് 1 വയസ്സായപ്പോൾ തന്നെ അവൾ മതി കാണിച്ചു. നമ്മൾ 1.5 വയസ്സ് ആയിട്ടാണ് കുത്തിവെച്ചത്. ആദ്യത്തെ കുത്തിവെപ്പിൽ പിന്നെയും മതി കാണിച്ചു. പിന്നെ ഇപ്പോൾ രണ്ടാമതായിട്ട് മാർച്ച് 11-ാം തീയതി നമ്മൾ കുത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഗർഭിണിയാന്ന് തന്നെ നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുളിപ്പിക്കലും തീറ്റ കൊടുക്കലും ഇവിടുത്തെ അവളുടെ ആ ഒരു ഇതൊക്കെ നമ്മുടെ ഫ്രെയിമിൽ നിന്ന് തന്നെ അവൾ പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്ഷീര കർഷകരെ സംബന്ധിച്ച് ഇതൊക്കെ അനിവാര്യമായ ഘടകങ്ങളാണ്. നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ് പശു വളർത്തൽ. അതുകൊണ്ട് തന്നെ അവരെ ആജീവനാന്തകാലം നിന്ന് നമുക്ക് വളർത്താനായിട്ട് പറ്റില്ല. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നമുക്കത് നടക്കില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളെ തന്നെ വളർത്തി വലുതാക്കി അവരെ ഒരു പ്രസവം അല്ലെങ്കിൽ അവരെ കുറച്ച് പ്രസവിച്ചിട്ടൊക്കെയാണ് കൊടുക്കാറ്. പക്ഷേ ശാരീരികമായ ആവശ്യതകൾ ഞങ്ങൾക്ക് 2 പേർക്കും വന്നതുകൊണ്ട് തന്നെ എണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു വിചാരം വന്നു. മക്കളൊക്കെ നിർബന്ധിക്കാൻ തുടങ്ങി, പശുക്കളെ കുറച്ച് എണ്ണം കുറയ്ക്കണം, അച്ഛനും അമ്മയ്ക്കും വയ്യ എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയത് അവളെ മാത്രമേ ഉള്ളൂ. കാരണം മറ്റ് 4 കുട്ടികളെ ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അവരുടെ അമ്മമാർ കറക്കാനായിട്ട് സമ്മതിക്കണില്ല. അപ്പോൾ കെട്ടാനായിട്ട് സ്ഥലമില്ല. അടുത്ത ആഴ്ച കുഞ്ഞാറ്റ് പ്രസവിക്കും. അപ്പോൾ നമുക്ക് ആ കുട്ടികളെ കെട്ടാനോ അതിനൊന്നുള്ള സ്ഥല സൗകര്യ കുറവുണ്ട്. അപ്പോൾ ഇത് 18 വർഷമായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ വേർപാടിൻ്റെ വേദനകൾ നമ്മൾ മുൻപും അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വാർത്ഥത തന്നെയാണ് ഇതൊക്കെ. കാരണം നമ്മൾ പശുക്കളെ വളർത്തി അവരെ കുത്തിവെച്ചു, ഗർഭിണികളാക്കുന്നു, പ്രസവിപ്പിക്കുന്നു, നമുക്കിഷ്ടമുള്ളപ്പോൾ അവരെ കൊടുക്കുന്നു, പാല് കറക്കുന്നു, കൊടുക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം അതിൽ കുറേ ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ എന്നിരുന്നാലും ചില മാസങ്ങളിൽ പശുക്കളൊക്കെ ഗർഭിണികളായിരിക്കുമ്പോൾ നമുക്ക് തീറ്റയ്ക്ക് പോലും പൈസ ഇല്ലാത്ത സമയമൊക്കെ വന്നാൽ പോലും നമ്മളവരുടെ ഭക്ഷണ കാര്യത്തിൽ ഒരിക്കലും ഞാൻ കുറവ് വരുത്താറില്ല. ലാഭനഷ്ടങ്ങളുടെ കണക്ക് മാത്രം നോക്കാതെ അവരെ കെട്ടിയിട്ട് വളർത്തുന്നതെന്നറിയുന്നത് കൊണ്ട് തന്നെ അവരെപ്പോഴും അവർക്ക് വിശന്ന് കരയാനുള്ള ഒരവസ്ഥ ഒരിക്കലും ഇതുവരെ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതിന്ന് ജീവിച്ചു പോകാനും കഴിയുന്നുണ്ട്. അപ്പോൾ അവളെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനിയും അടുത്ത 2 കുട്ടികൾ ഇവിടെ പശുക്കുട്ടികൾ വളർന്നു വലുതായി വരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണും നമ്മുടെ അമ്മുക്കുട്ടി. അപ്പോൾ അവരെയും നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തി കൊണ്ടുവരാം. ഇതുപോലെ കൊടുക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് അവരെ പ്രസവിപ്പിച്ചൊക്കെ കറന്ന് നമ്മുടെ വീട്ടിൽ കുറേ നാൾ വളർത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.